വാത്സല്യമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതവും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനാകട്ടെ. ഫലവത്തായിരിക്കട്ടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം. നമ്മൾ പുറപ്പെടുവിക്കേണ്ട ഫലങ്ങൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആത്മാവിൻ്റെ ഫലങ്ങളാണ്. വാത്സല്യമുള്ളവരെ, നമ്മളും ഇലവാടാത്ത വൃക്ഷം പോലെ, ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷം പോലെ രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ദയ, വിശ്വസ്തത, ഇന്ദ്രിയജലം, പരോപകാരം തുടങ്ങിയ ഫലങ്ങളാണ് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കേണ്ടത്. ഈ പരിശുദ്ധൻ്റെ പെരുന്നാളിൽ അദ്ദേഹം ആറ്റരുതൊട്ടിരിക്കുന്ന വൃക്ഷം പോലെയും തക്കകാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയും ഒരു പടുവൃക്ഷം പോലെ അനേകർക്ക് അഭയം നൽകുന്ന വൃക്ഷമായിരിക്കുന്നത് പോലെ നമ്മൾക്ക് ദൈവം നൽകുന്ന ജീവിതം ഫലവത്തായിട്ട് ക്രിസ്തീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ക്രിസ്തീയ സാക്ഷ്യങ്ങൾ നിലനിർത്തുവാനും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിലനിർത്തുവാനുമായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന വാക്കുകൾ ഓർപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധമായ പെരുന്നാൾ ആശംസകളും നേരുന്നു. പരിശുദ്ധനായ ഓർക്കമ്മയുടെ മധ്യസ്ഥ മുഖാന്തരം സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ.